വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലക്കാലം വടക്കാഞ്ചേരി മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനു വേണ്ടി വിശ്രമരഹിതമായി ജോലി ചെയ്തിട്ടുണ്ട് എന്നത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 4000-ലധികം പട്ടയങ്ങളാണ് ഈ കാലയളവിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പട്ടയ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് പട്ടയം കേരളത്തിലാകെ കൊടുക്കുമ്പോൾ വടക്കാഞ്ചേരിയിൽ മാത്രം 4000-ൽ കൂടുതൽ പട്ടയം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. വടക്കാഞ്ചേരിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അത് ആരംഭിക്കാനും പൂർത്തിയാക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന നിലയിലാണ് ഏകദേശം 1271 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ നിലയിൽ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നന്നായി നേതൃത്വം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് വടക്കാഞ്ചേരിയിലെ ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ തുടർന്നും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. വടക്കാഞ്ചേരിയിലെ വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ വോട്ടർമാർക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രവർത്തകർക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ഒരു കാര്യം